ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗാഥാസ് കലാഹട്ടിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് ഒരു തുളസിമാല എങ്ങനെയാണ് കെട്ടുന്നത് എന്ന് നോക്കാം. അമ്പലത്തിൽ കൊടുക്കാനോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഏതെങ്കിലും പൂജ ആവശ്യങ്ങൾക്കോ ആയിട്ട് നമുക്ക് ഒരു തുളസിമാല ഉണ്ടാക്കണമെങ്കിൽ ഇനി നമ്മുടെ സ്വന്തം കൈകൊണ്ട് നമുക്ക് ഒരെണ്ണം തയ്യാറാക്കാം. ഇവിടെ തുളസിമാല കെട്ടി കാണിക്കുന്ന അതേ രീതിക്ക് തന്നെ നമുക്ക് റോസമാല, അതുപോലെ തന്നെ ബിന്ദിപ്പൂമാല, ചെത്തിപ്പൂമാല, അരളിപ്പൂമാല ഇവയെല്ലാം കെട്ടിയെടുക്കാൻ സാധിക്കുന്നതാണ്. നമ്മളൊരു ചെറിയ മാലയ്ക്ക് ആവശ്യമുള്ള തുളസിപ്പൂ അത്രയും ശേഖരിച്ചിട്ടുണ്ട്. ഇനി ഈ മാല നമുക്ക് കെട്ടണം. അതിനായിട്ടുള്ള നൂല് അത് നമ്മൾ വാഴനാരാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇതുപോലെ വാഴയുടെ ഉണങ്ങിയ ഇലയുടെ ഭാഗമുണ്ടല്ലോ, നമ്മൾ ആ ഇല ചെത്തിക്കളഞ്ഞിട്ട് വാഴനാര് നമ്മൾ എടുക്കാൻ പോവുകയാണ്. ആ തണ്ട് നമ്മൾ രണ്ടായിട്ട് ആദ്യം പകുക്കുക. പകുത്തെടുത്ത വാഴനാര് നമ്മൾ വീണ്ടും കത്തി ഉപയോഗിച്ച് ഇങ്ങനെ കീറുക. അങ്ങനെ നമ്മൾ കീറി ചെല്ലുമ്പോൾ അതിന് ഉള്ളിലായിട്ട് ഒരു സ്പോഞ്ച് പോലത്തെ ഒരു ഭാഗം കാണും. അത് നമ്മൾ വീണ്ടും പകുക്കുക. നമ്മൾ വീണ്ടും ഇങ്ങനെ കത്തി ഉപയോഗിച്ച് കീറി ചെല്ലുമ്പോഴത്തേക്കും ഇതിൻ്റെ ഉള്ളിൽ നാര് നമുക്ക് കിട്ടും. നല്ല സ്പോഞ്ച് പോലെ, നല്ല നൂല് പോലെയാണ് ഇരിക്കുന്നത്. ഞാൻ ഇത്രയും വണ്ണമുള്ള വാഴനാരാണ് എടുത്തിരിക്കുന്നത്. ഈ വാഴനാര് ഞാൻ ആദ്യം വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് നനച്ചു. അതിനുശേഷം ഈ കാണിക്കുന്ന പോലെ ഞാൻ ഇതിനൊരു കെട്ടിടുകയാണ്. വാഴനാര് നനച്ചതിന് ശേഷമേ നമ്മൾ മാല കെട്ടാൻ തുടങ്ങാവുള്ളൂ. അല്ലെങ്കിൽ വാഴനാര് ഇടയ്ക്ക് വെച്ച് ഡ്രൈ ആകുമ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഈ കെട്ടിട്ടതിന് ശേഷം ഒരു തുളസിക്കതിര് അങ്ങോട്ടും ഒരു തുളസിക്കതിര് ഇങ്ങോട്ടും എന്ന രീതിക്ക് ഇതുപോലെ വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഇത് ടൈറ്റാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ 3 പ്രാവശ്യം ഒന്ന് ചുറ്റിക്കുക. ഇങ്ങനെ ടൈറ്റാക്കിയിട്ട് 3 പ്രാവശ്യം ചുറ്റിച്ചാൽ മതി. ഇനി വീണ്ടും നമ്മൾ ഒരു തുളസിക്കതിര് ഇങ്ങോട്ടും ഒരു തുളസിക്കതിര് കെട്ടിൻ്റെ മറ്റേ സൈഡിലുമായിട്ട് 2 ഡയറക്ഷനിലായിട്ട് വെച്ചിട്ട് നമ്മൾ വീണ്ടും ഇതുപോലെ തന്നെ 3 പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ചുറ്റിക്കുക. അപ്പോൾ അതവിടെ തുളസിക്കതിര് ടൈറ്റായിട്ട് ഇരുന്നോളും. ഇനി നമ്മൾ കാണിച്ച ആദ്യത്തെ കെട്ട് അത് നമുക്ക് വേറൊരു രീതിക്കും കെട്ടാം. അതാണ് ഞാനിവിടെ കാണിക്കുന്നത്. 2 നാട്ടും കൂടെ നമ്മൾ ഒരുമിച്ച് കൂട്ടി കെട്ടുന്നതിന് പകരം 2 സെപ്പറേറ്റ് എടുത്തിട്ട് ഇതുപോലൊരു ടൈ ഉണ്ടാക്കിയാൽ മതി. എന്നിട്ട് മുമ്പേ കാണിച്ചതുപോലെ തന്നെ ഒരു തുളസിക്കതിര് ഈ ഡയറക്ഷനിലും ഒരു തുളസിക്കതിര് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും വെച്ചിട്ട് നന്നായിട്ട് 3 പ്രാവശ്യം ഇങ്ങനെ അമക്കി ചുറ്റിക്കുക. വീണ്ടും ഇതുപോലെ തന്നെ തുളസിക്കതിര് അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുക. എന്നിട്ട് വീണ്ടും 3 പ്രാവശ്യം ഇതുപോലെ തന്നെ നമ്മൾ കെട്ടുക. വാഴനാരിൽ വെള്ളം നനയ്ക്കാൻ നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഈ അവസരത്തിൽ നമ്മുടെ വാഴനാര് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ ഇത്രയും ടൈറ്റായിട്ടാണ് ഇത് മുറുക്കുന്നത്. ഇങ്ങനെ നമ്മൾ ഈ മാല മുഴുവനായിട്ടും കെട്ടുന്നത് ഇതേ രീതിക്ക് തന്നെയാണ്. തുളസിക്കതിര് അങ്ങോട്ടും ഇങ്ങോട്ടും വയ്ക്കുക. എന്നിട്ട് പിരിക്കുകയാണ് നമ്മൾ ശരിക്കും ചെയ്യുന്നത്. വാഴനാര് 3 പ്രാവശ്യം നല്ല ടൈറ്റായിട്ട് പിരിച്ചെടുക്കുകയാണ്. നമ്മൾ വേറെ എവിടെ കെട്ടിടുകയല്ല, പിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ബാക്കിയുള്ള ഏതൊരു പൂക്കളാണെങ്കിലും ഇതേ മാതൃകയിൽ തന്നെ ചെയ്യാവുന്നതാണ്. അത് ചെത്തിയാവട്ടെ റോസയാവട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ട് പിരിച്ചെടുക്കാവുന്നതാണ്. ഞാനിവിടെ വളരെ ചെറിയൊരു തുളസിമാലയാണ് തയ്യാറാക്കുന്നത്. ജസ്റ്റ് തുളസിമാലയുടെ ഒരു മാതൃക എങ്ങനെയാണത് കെട്ടുന്നതെന്ന് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. നമുക്ക് വലിയ മാലയാണ് വേണ്ടതെങ്കിൽ അതനുസരിച്ച് തുളസിപ്പൂ ശേഖരിക്കുക. വാഴനാരിൻ്റെ നീളം നമുക്ക് അതിനനുസരിച്ച് കൂട്ടാവുന്നതാണ്. മാല തീരാറാവുമ്പോഴത്തേക്കും നമ്മൾ ഇതുപോലെ ലാസ്റ്റ് ഒരു കെട്ടും കൂടെ ഇട്ട്, കാരണം നമുക്ക് മാല ചുറ്റി കെട്ടണമല്ലോ, അപ്പോൾ നമ്മൾ 2 സൈഡിലും മാലയ്ക്ക് ഇതുപോലെ കെട്ട് പിടിപ്പിക്കാം. വാഴനാര് ഇതുപോലെ പിടിപ്പിക്കാം. അങ്ങനെ എൻ്റെ തുളസിമാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഭഗവാനൊന്ന് ചാർത്താം. ഞാനിത് ഇവിടെ ചാർത്താൻ പോകുന്നത് അയ്യപ്പസ്വാമിക്കാണ്. ഞാൻ ഈ വീഡിയോ എടുത്തത് പൈങ്കുനോത്രം ദിനത്തിലായിരുന്നു. അന്ന് ഞാൻ കെട്ടിയിരുന്ന മാലയാണിത്. അപ്പോൾ ഇത് ഞാൻ ഭഗവാന്റെ കഴുത്തിലാണ് അണിയിക്കുന്നത്. ഞാൻ തന്നെ നിർമ്മിച്ച ഒരു വിഗ്രഹമാണിത്.
ഭംഗിക്ക് വേണ്ടി നമുക്ക് ഒരു അരളിപ്പൂ കൂടെ വെക്കാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.